കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചന പഠനത്തിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ സഹകരിച്ച സഹകരണത്തിന് ഞാൻ പ്രത്യേക നന്ദി പറയുന്നു. വെബ്സൈറ്റുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ ദൈവവചന പഠനം വീണ്ടും ആവർത്തിച്ച് കേട്ട് നിങ്ങളുടെ റെസ്പോൺസ് ഞങ്ങളെ അറിയിച്ചതിനായി ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നിങ്ങളുടെ ആവേശകരമായ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദൈവമക്കളെ, ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ പറയട്ടെ, ദൈവവചന പഠനം നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിച്ച് കടന്നു വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളെ വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു ബുക്കും ഒരു പേനയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം എല്ലാ കാര്യങ്ങളും കേട്ട് നമുക്ക് ഗ്രഹിക്കുവാൻ സാധ്യമല്ല. ചില കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ട സമയത്ത് എഴുതി അത് നോട്ടാക്കി വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യമായിരിക്കും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകമുണ്ട്. അത് രണ്ടായി തിരിച്ചിരിക്കുന്നു. പഴയ നിയമമൊന്നും പുതിയ നിയമമൊന്നും. പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകവും. നമ്മൾ പഠിക്കുന്ന പുതിയ നിയമത്തിലെ 5ാമത്തെ പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. ബൈബിളിലെ വിശുദ്ധ വേദപുസ്തകത്തിലെ 44ാമത്തെ പുസ്തകം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ ഇതിന്റെ പ്രധാനപ്പെട്ട അധ്യായം എന്ന അപ്പോസ്തല പ്രവൃത്തിയിലെ പ്രധാനപ്പെട്ട അധ്യായം 2ാം അധ്യായമാണ്. കുറുവാക്യം 1ാം അധ്യായം 8ാം വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും ശമരിയയിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യം വഹിക്കുമെന്നുള്ള വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ഈ പഠനത്തെ 4ആയി വിഭജിച്ചാണ് പഠിക്കുന്നത്. 1ാം അധ്യായം 1 മുതൽ 2ാം അധ്യായം 4 വരെ ഇൻട്രഡക്ഷൻ ആണ്. യേശു കർത്താവിന്റെ ഉയർപ്പ് മുതൽ പെന്തക്കോസ്റ്റ് നാൾ വരെയുള്ള ചരിത്രമാണ്. 2ാം അധ്യായം 5 മുതൽ 8ാം അധ്യായം 3 വരെ സഭ യെരൂശലേമിൽ എന്ന വിഷയമാണ്. 8ാം അധ്യായം 4ാം വാക്യം മുതൽ 11ാം അധ്യായം 18ാം വാക്യം വരെ സഭ യഹൂദിയിലും ശമരിയയിലും 11ന്റെ 19 മുതൽ 28ന്റെ 31 വരെ ലോകത്തിലെല്ലായിടത്തും. ഇങ്ങനെ 4ആയി തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2ാം അധ്യായം 5ാം വാക്യം മുതൽ 8ാം അധ്യായം 3ാം വാക്യം വരെയുള്ള സഭ യെരൂശലേമിൽ എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യെരൂശലേം സഭ ആദ്യത്തെ സഭയാണ്. ആ സഭ യെരൂശലേം സഭ ഒരു മോഡൽ ചർച്ചാണ്. ആ ദേശത്തെ ഇമ്പാക്ട് ചെയ്ത ഒരു സഭയാണ്. അതിനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യെരൂശലേം സഭയുടെ പ്രധാനപ്പെട്ട 7 ഗുണങ്ങളെ കുറിച്ചാണ്, ക്വാളിറ്റികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 1ാം ഭാഗം നമ്മൾ പഠിച്ചു. യെരൂശലേം സഭ ഇസ് എ പ്രേയിങ് ആൻഡ് പ്രൈസിംഗ് ചർച്ച്. പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സഭയാണ്. അപ്പോൾ നമ്മുടെ സഭകൾ പ്രാർത്ഥിക്കുന്ന സ്തുതിക്കുന്ന സഭകളായിരിക്കണം. വ്യക്തിജീവിതങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. വ്യക്തിപരമായി ദൈവത്തോട് ബന്ധം പുലർത്തി ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. അങ്ങനെയുള്ളവർക്ക് ദേശത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. 2ാമത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ചർച്ച്. പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന സഭയാണ് യെരൂശലേം സഭ. നമ്മുടെ സഭകളിൽ ദൈവവചന പഠനത്തിനും ഉപദേശത്തിനും പ്രാധാന്യം കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 28 അധ്യായമുണ്ട്. 28 അധ്യായങ്ങളിൽ തന്നെ 19 പ്രസംഗങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. 19 പ്രസംഗങ്ങൾ. അപ്പോൾ തന്നെ ഏകദേശം 50% ദൈവവചനമാണ്. അപ്പോസ്തല പ്രവർത്തി 28 അധ്യായം. അപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ പ്രാധാന്യം അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പത്രോസിന്റെ 8 പ്രസംഗങ്ങളും പൗലോസിന്റെ 9 പ്രസംഗങ്ങളും സ്തെഫാനോസിന്റെ 1 പ്രസംഗവും യേശു കർത്താവിന്റെ സഹോദരനായ യാക്കോബിന്റെ 1 പ്രസംഗവുമാണ്. അങ്ങനെ 19 പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗങ്ങളാണ് കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ആദ്യമായി കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ആദ്യത്തെ പ്രസംഗം പരിശുദ്ധാത്മാവ് മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന് 120 പേര് നിറച്ചു കഴിഞ്ഞ ശേഷം അവരെ അടുത്ത ശുശ്രൂഷയിലേക്ക്, ദൈവം വചന ശുശ്രൂഷയിലേക്ക് അവരെ നയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെടുമ്പോൾ സാക്ഷീകരിക്കുന്ന അനുഭവമാണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് അടുത്ത ശുശ്രൂഷ ദൈവവചനമാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോഴും അവരെ അടുത്തിരുത്തി വചനം പഠിപ്പിച്ച ശേഷം അവരോട് പറയുന്നത്, നിങ്ങൾ പോയി പ്രസംഗിക്കണം. പിന്നീട്
രോഗികളെ സൗഖ്യമാക്കണം. അപ്പോൾ ആദ്യത്തെ ശുശ്രൂഷ പ്രസംഗിക്കുക എന്നുള്ളതാണ്. പഠിക്കുന്നവൻ പ്രസംഗിക്കണം, ശുശ്രൂഷിക്കണം. ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവൻ ശുശ്രൂഷയിലേക്ക്, വചനത്തിന്റെ ശുശ്രൂഷയിലേക്ക് വെളിപ്പെടണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. യേശു കർത്താവ് അങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. 2-ാം അധ്യായം 13 മുതൽ ആളുടെ രംഗങ്ങൾ നമുക്കറിയാം. 15 കൂട്ടം ഭാഷക്കാർ കടന്നു വരുന്നു. യെരൂശലേമിലെ ഉത്സവത്തിന് കടന്നു വരുമ്പോൾ അത് ഇവിടെ 120 പേർ മക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ കാത്തിരുന്നവരിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർ അന്യഭാഷയിൽ അടയാളത്തോടുകൂടെ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഈ യെരൂശലേമിൽ വന്ന 15 ഭാഷക്കാർ കടന്നു വന്ന് അത്ഭുതം കൂടുന്ന ഒരു ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ് കളിയാക്കുന്നു. അങ്ങനെ അത്ഭുതം കൂടുന്ന ഗ്രൂപ്പ് പറയുന്നു ഇവർ ഗലീലക്കാരാണ്, പക്ഷെ നമ്മുടെ എല്ലാം ഭാഷകളിൽ അവർ സംസാരിച്ച് ദൈവത്തെ ബോധപ്പെടുത്തുന്നു. എന്നാൽ മറ്റൊരു കൂട്ടർ അവർ വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നു എന്ന് പറഞ്ഞവരെ കളിയാക്കുന്നു. ഇത് ആത്മാവിൽ ഗ്രഹിച്ച ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ ബാക്കി 11 ശിഷ്യന്മാരും എഴുന്നേറ്റ് നിൽക്കുന്നു. പത്രോസ് അവരോട് സംസാരിക്കുന്നു. ആ സംസാരമാണ് ആദ്യത്തെ പ്രസംഗമായി, സഭയുടെ ആദ്യത്തെ പ്രസംഗമായി വെളിപ്പെടുന്നത്. ആ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ ആ കളിയാക്കുന്നതിനുള്ള മറുപടി, ഇത് നിങ്ങൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്നുള്ള ആ ഹൃദയത്തിലെ വിചാരത്തിനുള്ള മറുപടിയായി ഞങ്ങൾ വീഞ്ഞു കുടിച്ചവരല്ല, ഇത് നിങ്ങൾ വായിച്ചു കേട്ടിട്ടുള്ള നിങ്ങളുടെ പ്രവാചകനായിരുന്ന യോബിൽ പറഞ്ഞിട്ടുള്ള അത് അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, അവരുടെ പുത്രന്മാർ പ്രവചിക്കുമെന്നുള്ള ആ ദൈവ വചനത്തിന്റെ അതിലെ നിവർത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രസംഗം ആരംഭിക്കുന്നു. പിന്നീട് അത് യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു അവൻ പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നിങ്ങൾ ക്രൂശിച്ചവനെ കൊന്നുവെങ്കിലും എന്റെ കർത്താവ് പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. ആ ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടു. അതാണ് ഞങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ ഉയർത്തിയപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൂട്ടുനിന്ന യൂദന്മാർക്ക് കുത്തുകൊണ്ടു. ആ കുത്തുകൊണ്ടവർ ചോദിക്കുന്നു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞങ്ങളിനി എന്ത് ചെയ്യണം? അതെ, പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ അതിൽ രൂപാന്തരമുണ്ടായി. അതിൽ അവർ യേശുവിനെ അറിഞ്ഞു. അപ്പോൾ പ്രസംഗം എന്ന് പറയുന്നത് യേശുവിനെ അറിയിക്കുന്നതാണ് പ്രസംഗം. എന്നാൽ പ്രസംഗം കൊണ്ട് ശുശ്രൂഷ അവസാനിക്കുന്നില്ല. അത് പ്രസംഗം കൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മളവരെ പഠിപ്പിക്കേണ്ടത് ഉപദേശമാണ്. യേശു കർത്താവ് തന്നെ അന്ത്യകൽപ്പനയിൽ പറഞ്ഞത് അങ്ങനെയാണ്, വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചു തന്നതൊക്കെയും അവരെ പഠിപ്പിക്കണം. അപ്പോൾ ദൈവം ഇതിലെ പ്രസംഗങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കരുത്. സഭയ്ക്ക് പ്രസംഗങ്ങളും വേണം, സഭയ്ക്ക് ഉപദേശവും വേണം, സഭയ്ക്ക് പ്രീച്ചിങ് ഉണ്ടായിരിക്കണം, ടീച്ചിങ് ഉണ്ടായിരിക്കണം. അതാണ് യഥാർത്ഥമായ ദൈവസഭ. ഈ ദിവസം ഞാൻ പറഞ്ഞതുപോലെ പ്രസംഗങ്ങൾ യേശുവിലേക്ക് അടുപ്പിക്കുന്നു, സഭയിലേക്ക് അവരെ കൊണ്ടുവരുന്നു. എന്നാൽ പഠനം അവരെ യേശുവിനോട് തുല്യരാക്കുന്നു, യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാക്കുന്നു. അപ്പോൾ നമ്മുടെ സഭയിലുള്ള എല്ലാ ദൈവമക്കളും യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകണമെങ്കിൽ, യേശുവിന്റെ തലയോളം വളരണമെങ്കിൽ അവർക്ക് പഠനം ആവശ്യമാണ്, ഉപദേശം ആവശ്യമാണ്. ഇവിടെ കുത്തിക്കൊണ്ടവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതാ പ്രസംഗിച്ചവർ തന്നെ ഉപദേശം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ മനസ്സാന്തരപ്പെടണം. അപ്പോൾ പ്രസംഗത്തിന്റെ കാതൽ എന്ന് പറയുന്നത് മനസ്സാന്തരമാണ്. ശ്രദ്ധിക്കണമേ, അതിലെ എല്ലാ ക്രിസ്തീയ പ്രസംഗങ്ങളുടെയും കാതൽ എന്ന് പറയുന്നത് മനസ്സാന്തരമാണ്, മനം തിരിയലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ വചനം കേട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവത്തിന്റെ പൈതലെ ഏറ്റവും വലിയ അത്ഭുതം ഈ ലോകത്തിലുള്ളതെന്ന് പറഞ്ഞാൽ അത് ആളുകൾ മനസ്സിൽ വരുന്ന മാറ്റമാണ്. അത് രോഗം സൗഖ്യമാകുന്നത് അത്ഭുതങ്ങളാണ്, പക്ഷേ അത് ഏറ്റവും വലിയ അത്ഭുതമല്ല. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിനാർക്ക് കഴിയും? അത് ദൈവവചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിന്റെ പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത്. ഒരു കാലത്ത് ആളുകളെ ലോകത്തിന് കൊള്ളാവുന്നവനായി, ദൈവമക്കൾക്ക് വേണ്ടാത്തവനായി, ഭവനത്തിന് വേണ്ടാത്തവനായിരുന്നു എന്നെ ഇന്ന് ദൈവജനത്തിന് നടുവിൽ നിർത്തിയിരിക്കുന്നതിന് കാരണം മനസ്സ് മാറ്റുന്ന ഒരു കർത്താവ്, മനസ്സ് മാറ്റുന്ന ഒരു വചനമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ആളുകളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുതമാണ്. അത് ദൈവവചനത്തിന് കഴിയും. അതുകൊണ്ട് എല്ലാ പ്രസംഗങ്ങളുടെയും പുതിയ നിയമത്തിലെ എല്ലാ പ്രസംഗങ്ങളുടെയും കാതൽ എന്ന് പറയുന്നത് രൂപാന്തരമാണ്, മനസ്സാന്തരമാണ്. യോഹന്നാൻ സ്നാപകൻ മനസ്സാന്തരത്തെ കുറിച്ചാണ് പ്രസംഗിച്ചത്. യേശു കർത്താവ് മനസ്സാന്തരത്തെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അപ്പോസ്തലന്മാരെല്ലാം പ്രസംഗിച്ചത് മനസ്സാന്തരത്തെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തോട് ഞാൻ പറയട്ടെ, ആര് പ്രസംഗിച്ചാലും അതിനകത്ത് ഉൾക്കൊള്ളേണ്ടത് വെളിപ്പെട്ടു വരേണ്ടത് മനസ്സാന്തരമായിരിക്കണം. മുൻപിൽ വരുന്ന വ്യക്തിക്ക് രൂപാന്തരം വരുത്തുന്നതായിരിക്കണം ദൈവവചനം എന്ന് പറഞ്ഞാൽ അതിലെ ഏത് പ്രസംഗത്തിന്റെയും കാതൽ എന്ന് പറയുന്നത് മനസ്സാന്തരമായിരിക്കണം, മനം തിരിയലായിരിക്കണം, യേശുവിലേക്കുള്ള മടങ്ങിവരവായിരിക്കണം. ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. പുതിയതായ പുത്രന്റെ മടങ്ങിവരവിനെ കുറിച്ച് മനസ്സാന്തരം എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാൻ
വരുവാൻ ഇടയായി തീർന്നു. മനസ്സാന്തരം കരച്ചിലല്ല, മനസ്സാന്തരം ഹല്ലേലൂയ മനസ്സാന്തരം തൽക്കാലത്തേക്കുള്ള ചില തീരുമാനമല്ല. മനസ്സാന്തരം എന്ന് പറയുന്നത് ഹല്ലേലൂയ കരച്ചിൽ മനസ്സാന്തരത്തിനകത്തുണ്ട്, ഹല്ലേലൂയ തീരുമാനം മനസ്സാന്തരത്തിനകത്തുണ്ടെങ്കിലും മനസ്സാന്തരം എന്ന് പറയുന്നത് മടങ്ങി അപ്പന്റെ ഭവനത്തിൽ വരുന്നതാണ് മനസ്സാന്തരം. അപ്പനോട് ചേർന്ന് അർപ്പിക്കുന്നതാണ് മനസ്സാന്തരം. ആ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഉപദേശത്തിന്റെ ഒന്നാമത്തെ വിഷയം മനസ്സാന്തരം എന്നുള്ളതാണ്. 2, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പോസ്തലനായ പത്രോസ് ആത്മാവിൽ പറയുന്ന പ്രസംഗം കഴിഞ്ഞ് ഉപദേശം പറയുന്ന വിഷയമാണ് നമ്മൾ കേട്ടത്. 1, സഭയുടെ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത് 1 മനസ്സാന്തരം, 2 സ്നാനം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സ്നാനം. ഇന്ന് അനേകർക്ക് ഇഷ്ടപ്പെടാത്ത വിഷയവും ആളുകളെ ദൈവജനത്തിന് ആവേശം കുറിക്കുന്ന വിഷയവുമാണ് സ്നാനം. ഇതിനുള്ളിലെ സ്നാനം എന്ന് പറയുന്നത് ഏതോ സംഘടനയുടെ നിയമമല്ല. തെറ്റിദ്ധരിച്ചു പലരും തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. ഏതോ സംഘടനയുടെ നിയമമാണ് സ്നാനം, പെന്തക്കോസ്തുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെതാണ് സ്നാനമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇതിനുള്ളിലെ സ്നാനം നമ്മൾ പറയുന്നുണ്ടെങ്കിലും എല്ലാ ക്രിസ്ത്യാനികളും സ്നാനപ്പെടുന്നുണ്ട്. സ്നാനത്തിന്റെ വിധങ്ങളിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ചിലര് ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുന്നവരുണ്ട്, ചിലർ കൊടിക്കീഴിൽ സ്നാനപ്പെടുന്നവരുണ്ട്, ചിലര് നിരഞ്ജന സ്നാനം വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി പൊങ്ങി സ്നാനപ്പെടുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും സ്നാനത്തെ അംഗീകരിക്കുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസികൾ പോലും സ്നാനമുണ്ട്. അവർ ഗംഗാനദിയിൽ പോയി സ്നാനപ്പെടുന്നുണ്ട്. അപ്പോൾ സ്നാനം മിക്കവാറും എല്ലാ സമൂഹത്തിലുമുണ്ട്. പക്ഷേ എങ്ങനെ സ്നാനപ്പെടണം, എന്തിന് സ്നാനപ്പെടണമെന്നുള്ളത് അറിഞ്ഞു വേണം സ്നാനപ്പെടുവാൻ. സ്നാനപ്പെടാതിരിക്കുവാൻ ആർക്കും അവകാശമില്ല. ക്രിസ്തുവിനെ അറിയുന്നവർ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർക്ക് സ്നാനത്തിൽ നിന്ന് ഒഴിയുവാൻ യാതൊരു അവകാശവുമില്ല. ഒരു ദിവസത്തേക്ക് യേശു നിന്റെ ഹൃദയത്തിനകത്ത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് മാറ്റി വെക്കാൻ സാധ്യമല്ലാത്ത ഏക വിഷയം സ്നാനമാണ്. കാരണം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തി അടുത്ത നിമിഷം എന്ത് ചെയ്യണം? അവനോട് ചേരാവാനുള്ള സ്നാനം മനസ്സിലേക്ക് കടന്നു വരണം. അവന്റെ കൽപ്പന അനുസരിക്കണമെന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ആ സ്നാനത്തെക്കുറിച്ച് ഒന്ന് സ്വല്പം ചിന്തിച്ച ശേഷം അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ദൈവാത്മാവ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾക്കിടെ കയ്യിൽ ഒരു ബുക്കും ഒരു പേനയും ഉണ്ടായിരിക്കണം. ആരെങ്കിലും സ്നാനത്തെക്കുറിച്ച് ചോദിച്ചാൽ, ആ വാക്യം എവിടാണെന്ന് ചോദിച്ചാൽ, എന്തിന് സ്നാനപ്പെടണമെന്ന് ചോദിച്ചാൽ, എങ്ങനെ സ്നാനപ്പെടണമെന്ന് ചോദിച്ചാൽ ഒരാളോട് പറഞ്ഞു മനസ്സിലാകത്തക്ക വണ്ണം നിങ്ങളുടെ കയ്യിൽ ആ നോട്ടുണ്ടായിരിക്കണം. അല്ലാതെ ഞങ്ങളുടെ പാസ്റ്ററെ വിളിക്കാം, അദ്ദേഹം പറഞ്ഞു തരുമെന്ന് പറയുന്നത് നാണക്കേടാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം തുറക്കണം. ചില വാക്യങ്ങൾ നിങ്ങൾ എന്നെ വായിച്ചു കേൾപ്പിക്കണം. വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നത് അതിൽ എനിക്ക് അത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അത് വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ദൃഢമാകും. അതിനകത്ത് പുസ്തകത്തിനകത്ത് അത് ഉണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വരുവാൻ ഇടയായിത്തീർ. അതുകൊണ്ട് എല്ലാവരും വചന പഠനത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാവരും വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ അരികിൽ വെക്കുവാനും ഒരു ബുക്കും ഒരു നോട്ടും വെക്കുവാനും ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. സ്നാനം എന്താണ്? 1, സ്നാനം ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഓഫ് ക്രൈസ്റ്റ്. ഇത് യേശു കർത്താവിന്റെ കൽപ്പനയാണ്. വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള ഒരു അഭിപ്രായം സാധനത്തിന് പറ്റത്തില്ല. യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ അവൻ പറയുന്ന മാറ്റുവാൻ കഴിയാത്ത ഒരു കൽപ്പനയാണ്. ദ കമാൻഡ്മെന്റ് ഓഫ് ക്രൈസ്റ്റ്. ഇതൊരു കൽപ്പനയാണ്, യേശുവിന്റെ കൽപ്പനയാണ് സ്നാനം. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-19 ഒന്ന് വായിച്ചാട്ടെ. മാത്യു ചാപ്റ്റർ 28:18-19. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ശ്രദ്ധിക്കണമേ, യേശു കർത്താവ് തന്റെ അവസാന കൽപ്പനയായി ശിഷ്യന്മാരോട് പറയുന്ന വാക്കാണ് വായിച്ചു കേട്ടത്. നിങ്ങൾ പുറപ്പെട്ട് പ്രസംഗിക്കണം. പ്രസംഗകേൾവിയിൽ രക്ഷിക്കപ്പെടുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. ശ്രദ്ധിക്കണമേ, ആദ്യം എന്ത് ചെയ്യണം? പ്രസംഗിക്കണം, ദൈവവചനം അറിയിക്കണം, സുവിശേഷം അറിയിക്കണം. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. ദൈവത്തിൽ ആർക്കൊഴിയുവാൻ പറ്റും? സ്ഥാനത്തിൽ നിന്ന് ആർക്ക് മാറുവാൻ പറ്റും? യേശുവിനെ സ്നേഹിക്കുമെന്ന് പറയുകയും അവൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുവാൻ ആർക്ക് പറ്റും? അപ്പോൾ ആര് സ്നാനപ്പെടണമെന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട്.
ആര് സ്നാനപ്പെടണം? വചനം കേൾക്കുന്നവർ, വചനം കേട്ട് വിശ്വസിക്കുന്നവർ. വചനം കേട്ട് വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം. ഒരു വചനം കേട്ട് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കുവാൻ തക്ക ഈ പ്രായം അവർക്കുണ്ടായിരിക്കണം, യോഗ്യത ഉണ്ടായിരിക്കണം. കുഞ്ഞെന്നോ യുവാവെന്നോ വൃദ്ധമെന്നോ വിഷയമല്ല. യേശുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയം രൂപപ്പെട്ടെങ്കിൽ, ആ വിശ്വാസ വചനം നിന്റെ ഹൃദയത്തിനകത്ത് പതിഞ്ഞെങ്കിൽ ദൈവവൈദ്യനെ സ്നാനപ്പെട്ടേ മതിയാകൂ. കാരണം കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്. മത്തായി സുവിശേഷം 28:18-19 നമ്മൾ വായിച്ചു. ആ വിഷയം തന്നെ മർക്കോസ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. മർക്കോസ് സുവിശേഷത്തിൽ 16-ാം അധ്യായം 15-16 വാക്യത്തിൽ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, സ്നാനം ഇസ് എ കമാൻഡ്മെന്റ് ഓഫ് ക്രൈസ്റ്റ്. യേശു കർത്താവിന്റെ കൽപ്പനയാണ്. എഴുതി വെക്ക്. മത്തായി സുവിശേഷം 28:18-19, മർക്കോസ് സുവിശേഷം 16:15-16 ഇസ് എ കമാൻഡ്മെന്റ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ കൽപ്പന. സ്നാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ യേശുവിന്റെ കൽപ്പനയാണ് അനുസരിച്ചത്, രാജാവിന്റെ കൽപ്പനയാണ് അനുസരിച്ചത്. അപ്പോൾ ഒന്ന്, സ്നാനം വിശ്വസിക്കുന്നവരാണ്, വചനം കേട്ട് വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടേണ്ടത്. സ്നാനത്തെക്കുറിച്ച് വളരെ വിധത്തിൽ പറയുന്ന വാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. 1 Peter chapter 3 verse 20 and 21. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായത്രേ. ശ്രദ്ധിക്കണമേ, പത്രോസ് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. പഴയ നിയമത്തിലെ ഒരു അനുഭവം എടുത്ത്, ഒരു വിടുതലിന്റെ സാക്ഷ്യം എടുത്ത് സ്നാനത്തിൽ അദ്ദേഹം ഉറപ്പിക്കുന്നത് നിങ്ങൾ കണ്ടോ? നോഹ പ്രസംഗിച്ചു, പ്രസംഗം കേട്ടു, ആരും മനസ്സാന്തരപ്പെട്ടില്ല. എന്നാൽ നോഹയുടെ പുത്രന്മാർ മനസ്സാന്തരാനുഭവമുള്ളവരായിരുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നോഹേ, നീയും നിന്റെ തലമുറയും പെട്ടകത്തിനകത്ത് കയറ്. 8 പേർ പെട്ടകത്തിനകത്ത് കയറി. പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചു. ജലപ്രളയമുണ്ടായി, മഴ പെയ്തു. ജലപ്രളയമുണ്ടായി, മഴ പെയ്തു, വെള്ളം പൊങ്ങി, എല്ലാം നശിച്ചു. ദൈവവചനം കേട്ട് വിശ്വസിക്കാത്ത എല്ലാവരും നശിച്ചു. എന്നാൽ പെട്ടകത്തിനകത്ത് കയറിയവർ രക്ഷ പ്രാപിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ആ രക്ഷ സ്നാനത്തിനൊരു മുൻകുറി. ദൈവവചനത്തിലെ എത്ര വലിയ വിഷയമാണ് കർത്താവ് പറഞ്ഞത് പത്രോസിലൂടെ. അന്ന് ദൈവവചനം കേട്ട് വിശ്വസിക്കാതെ പെട്ടകത്തിനകത്ത് കയറാതിരുന്ന സകലരും നശിച്ചു പോയെങ്കിൽ അത് സ്നാനമാണെന്ന്, പതിനിമത്തിലെ സ്നാനമാണ്, പുതിനിമത്തിലെ സ്നാനത്തിനൊരു മുൻകുറിയാണെന്ന് പത്രോസ് ആത്മാവിൽ വെളിപ്പെടുത്തുന്നുവെങ്കിൽ, ഞാൻ പറയട്ടെ, ദൈവവചനം കേട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാതെ സ്നാനപ്പെടാതെ മാറിയിരുന്നാൽ അന്ത്യന്യായവിധിക്കകത്ത് അകപ്പെടുമെന്നുള്ളതല്ലേ ആ വാക്യത്തിന്റെ അർത്ഥം? 8 പേർ രക്ഷ പ്രാപിച്ചു. ആര്? പെട്ടകത്തിനകത്ത് കയറിയവര്. ദൈവവചനം കേട്ട് വിശ്വസിച്ച് പെട്ടകത്തിനകത്ത് കയറിയവര് 8 പേർ അവർ രക്ഷ പ്രാപിച്ചു. അപ്പൊ രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവവചനത്തെ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെടണം. അനേക ദൈവദാസന്മാര്, വലിയ പുള്ളികൾ സ്നാനത്തെക്കുറിച്ച് മിണ്ടുകയില്ല. കാരണം സ്നാനത്തെക്കുറിച്ച് മിണ്ടിയാൽ പിന്നെ ആളുകളെത്തില്ലെന്ന് അവർ പറയുന്നത്. രക്ഷ കൊണ്ട് അവസാനിപ്പിക്കുക, രക്ഷിക്കപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക, സ്നാനം മിണ്ടുകയില്ല. എന്നാൽ വചനം പൂർണ്ണമാകണമെങ്കിൽ, സുവിശേഷം പൂർണ്ണമാകണമെങ്കിൽ സ്നാനം വേണ്ടേ? രക്ഷ പ്രാപിക്കണമെങ്കിൽ സ്നാനം വേണ്ടേ? ആ പെട്ടകത്തിൽ കയറാതിരുന്നാൽ ജലപ്രളയത്തിൽ അവരും അകപ്പെടുമായിരുന്നില്ലേ? അപ്പോൾ പെട്ടകത്തിൽ കയറിയതല്ലേ വിടുതലായി മാറിയത്, രക്ഷയായി മാറിയത്. ഇതേപോലെ രക്ഷിക്കപ്പെട്ടവർ യേശുവിനോട് ചേരണം, യേശുവിനെ അറിയണം, യേശുവിനെ ധരിക്കണം. അവിടെയാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ആ 8 പേർ രക്ഷ പ്രാപിച്ചത് സ്നാനത്തിനൊരു മുൻകുറിയാണെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളിൽ ആരെങ്കിലും സ്നാനപ്പെടാതിരിക്കുന്നെങ്കിലോ, സ്നാനപ്പെടാത്തത് ആരെങ്കിലും നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടാലോ, നിങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യം, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടേ പറ്റൂ. നോഹ പ്രസംഗിച്ച പ്രസംഗം വിശ്വസിച്ചവർ, ജലപ്രളയം വരുന്നു, ന്യായവിധി വരുന്നു എന്ന് പ്രസംഗിച്ചപ്പോൾ അത് വിശ്വസിച്ചവർ പെട്ടകത്തിൽ കയറാതിരുന്നാൽ ന്യായവിധിക്ക് അത് തകപ്പെടുന്നത് പോലെ
യേശു അകത്ത് കയറിയിട്ട് സ്നാനപ്പെടാതിരുന്നാൽ ന്യായവിധിക്കകത്തകപ്പെടും. അതുകൊണ്ട് പെട്ടകത്തിൽ കയറിയതുപോലെ സ്നാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. എന്താ സ്നാനം? ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സംഘടനയുടെ നിയമമാണോ? അല്ല. ഗലാത്യ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് 3-ാം അധ്യായം 27-ാം വാക്യത്തിനകത്ത് സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ സ്നാനത്തെക്കുറിച്ച് പറയുന്നത്? അതിനു മുൻപ് ഞാൻ പറയാം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, പൗലോസ് സ്നാനപ്പെട്ടോ? ചിലരൊക്കെ ചോദിക്കുന്നൊരു വിഷയം, പൗലോസ് സ്നാനപ്പെട്ടോ? പൗലോസ് സ്നാനപ്പെട്ടു. വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ടോ? ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിനകത്ത് പൗലോസ് സ്നാനപ്പെടുന്നത് ഞാൻ വായിക്കാം. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. 9-ാം അധ്യായം വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ശൗലിന്റെ മാനസാന്തരമാണ് നമ്മളത് പഠിക്കും. പിന്നീട് ദമസ്കസിന്റെ പരിവാരത്തിൽ വെച്ച് യേശു കർത്താവ് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട് താഴെ കുതിരപ്പെട്ടു താഴെ വീണു. ദൈവനോട് സംസാരിച്ചു, ശൗല നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ഉടനെ അവൻ തിരിച്ചു വിളിച്ചു, നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞു. അവിടെ വെച്ച് അവന് മാനസാന്തരം ഉണ്ടായി. അവനോട് എഴുന്നേറ്റ് ദമസ്കസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവന്റെ കൂടെയുള്ളവർ അവനെ എഴുന്നേൽപ്പിച്ച് ദമസ്കസിലേക്ക് കൊണ്ടുപോയി. അനന്യാസ് എന്ന് പറയുന്ന ശിഷ്യനെ യേശു കർത്താവ് ശൗലിന്റെ അടുക്കലേക്ക് അയച്ചു. അനന്യാസ് വന്ന് ശൗലിന്റെ തലയിൽ കൈവച്ചു, പ്രാർത്ഥിച്ചു. ആ സമയത്ത് അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ താഴെ വീണു. അവന് കാഴ്ച ലഭിച്ചു. കാഴ്ച ലഭിച്ചവൻ ആദ്യം ചെയ്തത് അവൻ എഴുന്നേറ്റ് 18-ാം വാക്യത്തിനകത്ത് 9-18 9:18 അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും 3 ദിവസം ആഹാരം കഴിക്കാതിരുന്നവൻ ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കണമെന്ന് ദൈവത്തിന്റെ ഇതൊരു സ്നാനം ആവശ്യമല്ലേ? പൗലോസ് ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. യേശു ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. യേശു 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ ചെന്ന് സ്നാനപ്പെട്ടവൻ, യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടവൻ. 8-ാം നാളിൽ പരിശോധന ഏറ്റതുകൊണ്ട് സ്നാനം വേണ്ട എന്ന് അവൻ പറഞ്ഞില്ല. 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ ചെന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമെടുക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, വേണ്ട, നീ സ്നാനപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ യേശു മറുപടിയായി പറഞ്ഞത്, നോ, ഇങ്ങനെ ദൈവത്തിന്റെ നീതി നിവർത്തിക്കണം. സ്നാനമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള നീതിയാണോ? അങ്ങനെ നിവർത്തിക്കണമെന്ന് പറഞ്ഞ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനമെച്ചവനാണ് യേശു കർത്താവ്. ആ യേശുവാണ് തന്റെ അന്ത്യകൽപ്പനയിൽ പറഞ്ഞത്, വചനം കേട്ട് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. യേശു ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറയത്തില്ല. പൗലോസ് ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറയത്തില്ല. ഇന്ന് പകൽ രഞ്ജൻ പാസ്റ്ററും ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറയത്തില്ല. ഞാനും 1997 ഡിസംബർ മാസം 27 ദുബൈയിൽ സ്നാനമേറ്റവനാണ്. സ്നാനമേറ്റതുകൊണ്ടാണ് ഇന്ന് പകൽ നിങ്ങൾ പറയുന്നത് സ്നാനം നിർബന്ധമാണ്, സ്നാനം യേശുവിന്റെ കൽപ്പനയാണ്, സ്നാനം രക്ഷപ്രാപിക്കാനുള്ള ഒരു അവസരമാണ് സ്നാനം. ഇന്ന് പകൽ സ്നാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ് സ്നാനപ്പെട്ട നമ്മൾ കണ്ടല്ലോ 9-ാം അധ്യായം 18-ാം വാക്യത്തിൽ. ആ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക എന്തിനാണ് സ്നാനപ്പെടേണ്ടത്? ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്നാനം എന്തിനു വേണ്ടിയാണ്? സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ. സ്നാനം എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിനെ ധരിക്കുവാൻ. ക്രിസ്തുവിനോട് ചേരാത്ത ഒരാൾക്ക് ഞാൻ ക്രിസ്തുവിലാണെന്ന് പറയാൻ എങ്ങനെ കഴിയും? ക്രിസ്തുവിനെ ധരിക്കാത്ത ഒരാൾ സമൂഹത്തിൽ അവർ നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് അയാളിലെ ക്രിസ്തുവിനെ അങ്ങനെ കാണാൻ കഴിയും? പലപ്പോഴും നമ്മൾ പറയില്ലേ, നിങ്ങളെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണണമെന്ന്. നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കണം. ധരിക്കണമെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടണം. ഞാൻ ക്രിസ്തുവിലാണ് എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് വചനം പറയുമ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവരിൽ ഞാനും നീയും ഉൾപ്പെടണമെങ്കിൽ ക്രിസ്തുവിനോട് ചേരാതിരുന്നാൽ സാധ്യമാകുമോ? അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 27 പറയുന്നു, സ്നാനം ഒരു സംഘടനയുടെ കൽപ്പനയല്ല, സ്നാനം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ.
യേശുക്രിസ്തുവിനെ ധരിക്കുവാനാണ് സ്നാനം. റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 5 വരെ മരുഭാഗം വായിക്കാം. റോമർക്ക് ലേഖനം 6-ാം അധ്യായം 1 മുതൽ 5 വരെ. റോമർ ചാപ്റ്റർ 6:1-5. എന്തിനാണ് സ്നാനം? ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനിയും അതിൽ ജീവിക്കുന്ന എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്താൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാരത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അവസാനം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരാണെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അപ്പൊ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കാത്ത ആരും പുനരുത്ഥാനത്തോട് സാദൃശ്യത്തോട് ഏകീഭവിക്കത്തില്ല. അപ്പൊ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കണമെങ്കിൽ അതിനൊറ്റ മാർഗമേ ഉള്ളൂ. എന്ത്? സ്നാനം. സ്നാനം എന്താണ്? യേശുവിനോട് ചേരുവാൻ ഞങ്ങൾ അവന്റെ മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാനാണ് സ്നാനം. അത്ര ഗൗരവമാണ്. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് യേശുവിന്റെ കൽപ്പനയാണ്. പെട്ടകത്തിൽ 8 പേർ രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്രാപിക്കാനുള്ള ഒരു മുഖാന്തരമാണ് സ്നാനം. സ്നാനം എന്തെന്നാണ് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേരുവാനാണ്, ക്രിസ്തുവിനെ ധരിക്കാനാണ്. ഇവിടെ നാം വായിച്ചു കേട്ടുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് യേശുവിന്റെ മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാനാണ് സ്നാനം. യേശുവിന്റെ മരണത്തോട്, അടക്കത്തോട്, ഉയർപ്പിനോട് ഏകീഭവിക്കാനുള്ള ഏക മാർഗം സ്നാനമാണ്. ഇത് ക്ലാസിൽ പറഞ്ഞത് കണ്ടോ? അവന്റെ മരണത്തോട് ഏകീഭവിക്കാത്തവൻ എങ്ങനെ അവന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കും? അപ്പൊ സ്നാനം പ്രസംഗിക്കാത്ത ദൈവദാസന്മാരെ നിങ്ങൾ എത്ര ക്രൂരങ്ങളാണ് കാണിക്കുന്നത്? സ്വർഗത്തിലേക്കുള്ള വഴിയില്ലേ? സ്വർഗത്തിലേക്ക് പോകാനുള്ള കൺഫേമിൽ ടിക്കറ്റല്ലേ സ്നാനം? ടിക്കറ്റില്ലാത്തവർക്ക് യാത്ര ചെയ്യാൻ സാധ്യമാണോ? എനിക്ക് പാസ്പോർട്ടുണ്ട്. പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് ആരും അമേരിക്കയിൽ വന്നിട്ടില്ല. പാസ്പോർട്ടാണ് അത്യാവശ്യം. പക്ഷേ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ വരണമെങ്കിൽ പാസ്പോർട്ട് മാത്രം പറ്റില്ല. പാസ്പോർട്ടിന്റെ കൂടെ ടിക്കറ്റ് എടുക്കണം. പാസ്പോർട്ട് എന്താ? രക്ഷിക്കപ്പെടുക, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, കൈക്കൊള്ളുക. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. സ്വർഗത്തിൽ എത്തണമെങ്കിൽ ടിക്കറ്റൂടെ ലഭ്യമാകണം. ആ ടിക്കറ്റ് എന്താ? അത് സ്നാനമാണ്. പലരും പാസ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കുഞ്ഞെ യാത്ര ചെയ്യണമെങ്കിൽ കർത്താവിന്റെ കാഹളനാദ ശബ്ദത്തെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ടിക്കറ്റ് വേണം. യാത്രയ്ക്ക് ടിക്കറ്റ് വേണം. അതാണ് ഇവിടെ പറഞ്ഞത്. അവന്റെ മരണത്തോടെ ഏകീഭവിക്കാത്തവർ എങ്ങനെ അവന്റെ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കും? ഇന്ന് പകൽ ഏറ്റവും സീരിയസ് ആയ വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നാളെ ആകട്ടെ, അല്ലെങ്കിൽ അടുത്ത മാസമാകട്ടെ, അല്ലെങ്കിൽ ഇന്ന് ദൈവദാസൻ വരട്ടെ, ദൈവനെ സൂക്ഷിക്കണം. ആർക്കും വേണ്ടി കാത്തിരിക്കാനുള്ള അവസരമാക്കി മാറ്റൊരു സ്നാനം. യേശുവിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ, ഏറ്റവും അടുത്ത നിമിഷത്തിൽ, ഏറ്റവും സാധ്യമായ അടുത്ത നിമിഷത്തിൽ സ്ഥാനപ്പെടണം. എല്ലാവരൊക്കെ ചിന്തിക്കാറുണ്ട്, ഇന്ന ദൈവദാസൻ വന്നാൽ ഇന്ന ദൈവദാസനെ കൊണ്ട് സ്ഥാനപ്പെടുത്താം, അടുത്ത വർഷം ഇന്ന ദൈവദാസൻ വരുന്നുണ്ട് അദ്ദേഹത്തെ കൊണ്ട് സ്ഥാനപ്പെടുത്താം. ഞാൻ ചോദിക്കട്ടെ, നീ അതിനിടയിൽ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ദൈവം ചോദിക്കും, എത്രയോ അവസരങ്ങൾ ഞാൻ നിനക്ക് തന്നു, പക്ഷേ ആ അവസരങ്ങളെ നീ നഷ്ടപ്പെടുത്തിയിട്ട് സ്വർഗത്തിൽ വരാൻ ആഗ്രഹിച്ചാൽ ശരിയാകുമോ? ദൈവത്തിലെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിനെ അറിഞ്ഞ ശൗൽ അല്ലെങ്കിൽ പൗലോസ് 3 ദിവസത്തിനകം സ്ഥാനപ്പെട്ടു. എന്നാൽ 3 ദിവസമായത് അനന്യാസ് സ്ഥാനപ്പെടുത്തുവാൻ ഒരുവൻ വന്നത് 3-ാം ദിവസമാണ്. അനന്യാസ് 6 ദിവസം സ്ഥാനപ്പെട്ടു. രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു, 5-ാം അധ്യായം. അപ്പോൾ ദിനംപ്രതി
സഭയോട് ചേർന്നത് എങ്ങനെയാണ്? സ്നാനത്താൽ. അപ്പോൾ സ്നാനം മാറ്റിവെക്കരുത്, ആരെയും നോക്കി നിൽക്കരുത്. അടുത്ത സാഹചര്യത്തിൽ തന്നെ കർത്താവിന്റെ കൽപ്പന നീ അനുസരിക്കണം. കർത്താവിനോട് ചേരുവാൻ, കർത്താവിനെ ധരിക്കുവാൻ, അവന്റെ മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിപ്പാൻ സ്നാനം ആവശ്യമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും. ശ്രദ്ധിച്ചോണേ, ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പൗലോസ് പറഞ്ഞത് ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് പറയാൻ തന്നോട് വന്നതല്ല, അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ചു. എങ്ങനെ? സ്നാനത്താൽ. ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും പറയാൻ യോഗ്യത അതാണ്. പാപസംബന്ധമായി ഞങ്ങൾ മരിച്ചവരാണ്. ഞങ്ങളെ അടക്കം ചെയ്തു, എന്നാൽ ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ഞങ്ങൾ പഴയതല്ല, ഇപ്പോൾ ഞങ്ങൾ പുതിയതാണ്. ദൈവം ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റവരാണ് എന്ന് പറയാൻ തന്റെ ഉണ്ടാകണമെങ്കിൽ അവന്റെ മരണത്തോടും അവന്റെ അടക്കത്തോടും അവന്റെ ഉയർപ്പിനോടും നമ്മൾ ഏകീഭവിച്ച് ആ അനുഭവത്തിലേക്ക് വരുവാനുള്ള സ്ഥാനം അംഗീകരിക്കണം, അനുസരിക്കണം. അപ്പോൾ മനസ്സിലായോ? സ്നാനം അത്യാവശ്യമാണ്. സ്നാനം അത്യാവശ്യമാണ്. ഇനി ഒരു വലിയ വിഷയം ക്രിസ്തീയ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എങ്ങനെ സ്ഥാനപ്പെടണമെന്നുള്ളതാണ്. പല രീതിയിൽ സ്ഥാനപ്പെടുന്നവരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുഞ്ഞു പ്രായമാകുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ വെള്ളമെടുത്ത് തളിച്ച് സ്ഥാനപ്പെടുന്നവരുണ്ട്. മാമോദിക്ക എന്ന് പറയും, തളിച്ച് സ്നാനം. ചിലർ കൊടിയുടെ കീഴിലൂടെ നടത്തി സ്ഥാനപ്പെടുത്തും. വേറെ ചിലര് വെള്ളത്തിൽ ഇറക്കി മുഴുവൻ പൊങ്ങി വന്ന് സ്ഥാനപ്പെടുത്തുന്നവരുണ്ട്. അപ്പൊ പല രീതിയിൽ സ്ഥാനമുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്ന സ്നാനം എന്താ? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യവും 1-ാം അധ്യായം തന്നെ അതിന്റെ 10-ാം വാക്യവും ഒന്ന് വായിച്ചാട്ടെ. മർക്കോസ് ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 1 verse 5 and 10. അവന്റെ അടുക്കൽ യഹൂദ്യദേശമൊക്കെയും യെരൂശലേമ്യരെല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു. കേട്ടോ? യോഹന്നാൻ സ്നാപകൻ സ്ഥാനപ്പെടുത്തുന്ന രംഗമാ പറഞ്ഞത്. ആലയത്തിനകത്ത് വെള്ളമെടുത്ത് തളിച്ചെന്ന് സ്ഥാനപ്പെടുത്തിയതോടെ യോർദാൻ നദി പ്രത്യേകതയോടെ പറഞ്ഞുകൊണ്ടോ, യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്ഥാനപ്പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മുഴുക സ്നാനമാണ്, നിമഞ്ജന സ്നാനമാണ്. അതിന്റെ 10-ാം വാക്യം വായിക്കാം. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം വിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ടെ. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം വിളരുന്നു, ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. അപ്പോ യേശുവിന്റെ സ്ഥാനം അവിടെ കൊടുത്തിരിക്കുന്നത്. യേശുവിനെ നോക്കിയോട് സ്ഥാനപ്പെടുത്തുന്ന യോഹന്നാൻ സ്നാപകൻ അവിടെ പറയുന്ന വാക്യട്ടോ, യേശു വെള്ളത്തിൽ നിന്ന് കയറി. വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറയണമെങ്കിൽ വെള്ളത്തിൽ എന്ത് ചെയ്യണം? അത് മുൻപേ ഇറങ്ങണം. അപ്പൊ ശ്രദ്ധിക്കണം, വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയാണ് സ്നാനം. നിമജ്ജന സ്നാനമാണ്, മുഴുകൽ സ്നാനമാണ്. കഴുകല്ല, മുഴുകൽ, തളിപ്പിലല്ല, മുഴുകൽ സ്നാനമാണ് കണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 23-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 23-ാം വാക്യം. യോഹന്നാനും ശാലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. കേട്ടോ? ആ വാക്യം തന്നെ മതിയല്ലോ. യോഹന്നാൻ ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. കേട്ടോ? അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ഇന്ന് മറ്റു സാമുദായിക സഭകൾ ചെയ്യുന്നത് പോലെ കുഞ്ഞുങ്ങളെ വെള്ളം തളിപ്പിച്ചാണ് സ്നാനമെങ്കിൽ ഇവിടെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ?
കുടത്തിൽ വെള്ളമുണ്ടായിരുന്നു, ഒരു ബക്കറ്റ് വെള്ളമുണ്ടായിരുന്നു എന്നാണിത് പറയേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, അവിടെ അയ്നോനിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ വളരെ വെള്ളമുണ്ടായിരുന്നു, ആളുകൾ വന്ന് അവനാൽ സ്നാനം വെച്ചു. അപ്പോൾ ശ്രദ്ധിക്കുന്ന ഇതിലെ മനുഷ്യൻ പറഞ്ഞ് പഠിപ്പിച്ച കള്ളങ്ങളിൽ നമ്മൾ വിശ്വസിക്കരുത്. കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത് ശരിയല്ല. വിശ്വസിക്കുന്നവരെയാണ്, വചനം കേൾക്കുന്നവരെ, വചനം കേട്ട് വിശ്വസിക്കാൻ തക്ക പ്രായമുള്ളവരെ, വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. നമ്പർ 1. നമ്പർ 2, സ്നാനം എന്ന് പറയുന്നത് വെള്ളമെടുത്ത് തളിക്കുന്നതല്ല, തളിപ്പീരെല്ലാം കളിപ്പീരാണ്. ആരെങ്കിലും തളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് അതിൽ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി പൊങ്ങി സ്നാനപ്പെടണം. നിമഞ്ജന സ്നാനമാണ് പുസ്തകം പറയുന്നത്. യേശു സ്നാനപ്പെട്ടതുപോലെ ഇവിടെ അയ്നോനിൽ യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുകയാണ്. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ഇത് ഞാൻ എഴുതിയ പുസ്തകമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിനകത്തുള്ള വാക്യമാണ് വായിച്ചത്. ആരെങ്കിലും സ്ഥാനത്തെക്കുറിച്ച് തർക്കിച്ചാൽ എടുത്തു കൊടുക്കണം ഈ പുസ്തകം, അവരുടെ കയ്യിലുള്ള പുസ്തകത്തിനകത്തെ വാക്യം. വളരെ വെള്ളമുണ്ടായിരുന്നു, ആളുകൾ വന്ന് അവനാൽ സ്നാനപ്പെട്ടു. അപ്പോൾ വെള്ളമുള്ളിടത്താണ് സ്നാനം. കാരണം സ്നാനമെന്ന് പറയുന്നത് അടക്കത്തോടുള്ള സാദൃശ്യമാണ്, ഒരാളെ കുഴിച്ചിടുന്നതിനോടുള്ള സാദൃശ്യം, പാപസംബന്ധമായി മരിച്ച ഒരു വ്യക്തിയെ കുഴിച്ചിടുന്നതുപോലെ സാദൃശ്യം, യേശുവിനെ ക്രൂശിച്ചു അവനെ അടക്കിയതുപോലുള്ള സാദൃശ്യം. ജീവിതത്തിലെ ഒരാളെ കുഴിച്ചിടുമ്പോൾ കുറച്ച് മണ്ണെടുത്ത് അയാളുടെ മേളിലിടുകയല്ല ചെയ്യുന്നത്, കുഴിയെടുത്ത് അതിനകത്ത് വെച്ച് അയാളെ ആ മണ്ണ് കൊണ്ട് മൂടുകയാണ് ചെയ്യുന്നത്. അതാണ് മൊഴികൾ. ഇതേപോലെ വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ മുങ്ങണം, തലമുടി പോലും പുറത്തു നിൽക്കാൻ പാടില്ല, വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങണം. അതിൽ പറഞ്ഞ പേരാണ് മൊഴികൾ. യേശുവിനെ അടക്കിയതുപോലെ സാദൃശ്യപ്പെടണം. എന്നിട്ട് നമ്മളതിൽ എഴുന്നേൽക്കുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ എഴുന്നേൽക്കുകയാണ്. അപ്പൊ സ്നാനം മനസ്സിലായല്ലോ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് ഷണ്ണന്റെ സ്നാനത്തെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നുണ്ട്. എത്യോപ്യയിലുള്ള പ്രധാനമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണൻ ആലയത്തിൽ പോയിട്ട് മടങ്ങി രഥത്തിൽ വരുമ്പോൾ അവൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഫിലിപ്പോസിനെ അവന്റെ അടുക്കിലേക്ക് അയച്ചു. ഫിലിപ്പോസ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഷണ്ണൻ ചോദിക്കുന്നു, വായിക്കുന്നത് ഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, ഒരാൾ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അങ്ങനെ ഷണ്ണൻ ഫിലിപ്പോസിനെ രഥത്തിൽ കയറ്റുന്നു. അവൻ വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗം ഫിലിപ്പോസ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാക്കി മാറ്റി അതിനകത്തോട് യേശുക്രിസ്തുവിനെ പ്രസ്താവിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവനെ അറിയിക്കുന്നു. അങ്ങനെ രഥം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളമുള്ള ഒരു ഭാഗത്ത് വന്നപ്പോൾ, ഒരു കുളം കണ്ടപ്പോൾ ഷണ്ണൻ പറയുന്നു, ഫിലിപ്പോസേ, വെള്ളമുണ്ട്, സ്നാനപ്പെടുത്താൻ നീയുണ്ട്, പിന്നെന്താണ് തടസ്സം? സ്നാനപ്പെടാൻ ഞാൻ തയ്യാറാണ്, എന്താണ് തടസ്സം? അപ്പൊ ശ്രദ്ധിക്കണമേ, വെള്ളമുള്ള ഭാഗത്ത് വന്നപ്പോഴാണ് ഫിലിപ്പോസിനോട് ചോദിക്കുന്നു, എനിക്ക് സ്നാനപ്പെടണം, തടസ്സം വല്ലതുമുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ ഫിലിപ്പോസ് തിരിച്ചു ചോദിക്കുന്നു, വിശ്വസിക്കുന്നെങ്കിലാകാം. അപ്പൊ സ്നാനം എന്തിന്? വിശ്വസിക്കുന്നവർക്കുള്ളതാണ് സ്നാനം. സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. കാരണം ആ തിരുവഴുത്താൽ ആധാരമാക്കി അവൻ സുവിശേഷം അറിയിച്ചെന്നാണ് പറഞ്ഞത്. സ്നാനത്തെക്കുറിച്ച് പറഞ്ഞെന്നല്ല പറഞ്ഞത്, സുവിശേഷം അറിയിച്ചു. അപ്പൊ സുവിശേഷത്തിനകത്ത് എന്തുണ്ട്? സ്നാനമുണ്ട്. ദൈവം തെറ്റിദ്ധരിക്കപ്പെടരുത്, സുവിശേഷത്തിനകത്താണ് സ്നാനം. അപ്പോൾ സുവിശേഷം ഒരാൾ പറഞ്ഞാൽ അത് പൂർണ്ണമാകണമെങ്കിൽ നീ സ്നാനം പറയണം. ചിലരൊക്കെ പറയാറുണ്ട്, സ്നാനമൊന്നും പറയണ്ട, സുവിശേഷം പറഞ്ഞാൽ മതി. ആ പറഞ്ഞ വ്യക്തിക്ക് സുവിശേഷം എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഫിലിപ്പോസ് ആ തിരുവചനം അടിസ്ഥാനമാക്കി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചെന്നാണ് വചനം പറയുന്നത്. സ്നാനം പറഞ്ഞല്ല, സുവിശേഷം അറിയിച്ചു. സുവിശേഷം കേട്ട ഷണ്ണനാണ് പറയുന്നത്, വെള്ളമുണ്ട്, സ്നാനപ്പെടാൻ എന്താണ് തടസ്സം? അപ്പോൾ സുവിശേഷത്തിനകത്ത് എന്തുണ്ടായിരുന്നു? സ്നാനമുണ്ടായിരുന്നു. പെന്തക്കോസ്തുകാർ എന്ത് പറഞ്ഞാലും സ്നാനം പറയും, സ്നാനം പറയും. കുഞ്ഞെ, സുവിശേഷമാണ് അവർ പറയുന്നത്. ആ സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. സ്നാനം പറഞ്ഞില്ലെങ്കിൽ സുവിശേഷം പൂർണ്ണമല്ല. കർത്താവ് പറഞ്ഞത് എന്താണ്? ഈ വചനത്തിൽ ഒന്നും കൂട്ടാൻ പാടില്ല, ഒന്നും കുറയ്ക്കാൻ പാടില്ല. നമ്മൾ അനുസരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനയാണ്.
ഒന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കാൻ പാടില്ല. യേശു ചെയ്തതുപോലെ, യേശു പറഞ്ഞതുപോലെ, ശിഷ്യന്മാർ ചെയ്തതുപോലെ, ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നാം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നമുക്കറിയാം, ഫിലിപ്പോസ് ഇറങ്ങി വിശ്വസിക്കുന്ന ശരണനെ സ്ഥാനപ്പെടുത്തി. അപ്പോൾ സ്നാനം മൊഴികളാണ്, മൊഴികൾ സ്നാനമാണ്. അവിടെ തർക്കിക്കുന്ന വേറെ ചിലർ പറയുന്ന വാക്യങ്ങളുണ്ട്. അവിടെ 1-2 വാക്യങ്ങളുണ്ട്, ഞാനത് വായിക്കാൻ സമയമെടുക്കുന്നില്ല. കൊലോസ്യർ 2:12, 3:1 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ സ്നാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗം വായിക്കേണ്ട കാര്യമില്ല, നിങ്ങളത് എഴുതിയെടുത്താൽ മതി. കൊലോസ്യർ 2:12, 3:1. വേറെ ചിലർ തർക്കിക്കാൻ പറയുന്നത് അനേക കുടുംബങ്ങൾ സ്നാനപ്പെട്ടതായിട്ട് പുസ്തകത്തിനകത്തുണ്ടല്ലോ. കൊർന്നല്യോസും കുടുംബവും സ്നാനപ്പെട്ടു. അങ്ങനെ അനേകം സ്നാനപ്പെട്ട കുടുംബങ്ങളുടെ ചരിത്രമുണ്ടല്ലോ. അപ്പോൾ കുടുംബങ്ങൾ സ്ഥാനപ്പെടുമ്പോൾ കുഞ്ഞുങ്ങളെ സ്ഥാനപ്പെടുത്തുന്ന കുഴപ്പം? കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്ഥാനപ്പെടുത്തുന്നത്, മാമൂസ മുക്കുന്നത് എന്നൊക്കെ പറയുന്ന തർക്കിക്കുന്ന ചിലരുണ്ട്. ശരിയാണ്, അനേക കുടുംബങ്ങൾ സ്ഥാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 33-ാം വാക്യം വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 16:33. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. താനും തനിക്കുള്ളവരെല്ലാം, കുടുംബം പറയുന്ന വാക്യമാണ്. കുടുംബം 18-ാം അധ്യായം 18-ാം വാക്യം. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റു. പള്ളിപ്രമാണിയും തന്റെ കുടുംബം മുഴുവൻ വിശ്വസിച്ച് സ്നാനമേറ്റു. അപ്പൊ അതിനകത്ത് കുഞ്ഞുങ്ങളിലെ പാസ്റ്ററെ ചോദിക്കുന്ന ചോദ്യമാണ്. 10-ാം അധ്യായം അതിന്റെ 27-44 വാക്യം വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 10:27-44. അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട് അവനോട് അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദൻ നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 44-ാം വാക്യം വായിച്ചു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവർ ചില ദിവസം ഇവിടെ സ്ഥാനപ്പെട്ടു. കൊർന്നല്യോസും വചനം കേട്ട കൊർന്നല്യോസും കുടുംബവും വചനം കേട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു. കൊർന്നല്യോസും കുടുംബവും സ്ഥാനപ്പെട്ടു. അപ്പോ 1-14 ഒക്കെ കുടുംബം സ്ഥാനപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇത് ചിലർ തർക്കിക്കാൻ ഉപയോഗിക്കുന്ന വിഷയമാണ്. പക്ഷേ കുടുംബം സ്ഥാനപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങളെ സ്ഥാനപ്പെടുത്തിയിട്ടില്ലേ? അപ്പൊ കുഞ്ഞുങ്ങളെ മാമൂസ മുക്കുന്നതിന് എന്താ തെറ്റ്? കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ വചനത്തിനകത്ത് തന്നെ തെളിവുണ്ടല്ലോ. കുടുംബം എന്ന് പറയുന്നതിനകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാമെന്നുണ്ടോ? ഭാര്യയും ഭർത്താവുമായാൽ കുടുംബമാകത്തില്ലേ? നീ ഒരു കുടുംബം മുഴുവൻ പോയി വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പോയി വോട്ട് ചെയ്തതാണോ? ആ വോട്ട് ചെയ്യുവാനുള്ള ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ലേ? എന്നാലും നമ്മളവർ പറയുന്നത് തോമാസിന് കുടുംബം വോട്ട് ചെയ്തു, രഞ്ജനും കുടുംബം വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇന്നാൾ കുടുംബം വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ വോട്ട് ചെയ്തെന്നാണ് അർത്ഥം. തർക്കിക്കുവാൻ വേണ്ടിയുള്ള വിരോധമല്ല ഇത്. എത്രയോ അതിന് തെളിവുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ട്. മിസ്രൈം ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. യോസഫിന്റെ കുടുംബവും പോയി മിസ്രൈമിലേക്ക്. വായിച്ചു. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവൻ ഗോശൻ ദേശത്ത് വിട്ടിട്ട് പോയി. ജോസഫിന്റെ കുടുംബം മുഴുവൻ മിസ്രൈമിലേക്ക് പോയി. പക്ഷെ അടുത്ത വാക്യം പറയുന്നു അവന്റെ കുഞ്ഞുകുട്ടികളെയും കന്നുകാലികളെയും അവിടെ ഇട്ടു പോയി. അപ്പൊ കുടുംബം പോയതിനകത്ത് കുഞ്ഞുങ്ങൾ പോയോ? പക്ഷെ പോയപ്പോൾ എന്താ പറഞ്ഞത്? കുടുംബം പോയെന്നാ. ഇതാ ഞാൻ പറഞ്ഞത്, തർക്കിക്കാൻ വേണ്ടി പലരും തർക്കമെടുക്കുന്ന വാക്യങ്ങൾ ആണ് കുടുംബം എന്നുള്ളത്. ഇവിടെ ജോസഫും കുടുംബവും മിസ്രൈമിലേക്ക് പോയി, കുടുംബവും മിസ്രൈമിലേക്ക് പോയി. എന്നിട്ട് അടുത്തത് അവർ തെളിവായി വെച്ചിരിക്കുകയാണ്, കുഞ്ഞുകുട്ടികളെയും കന്നുകാലികളെയും അവിടെ ഇട്ടേച്ചു പോയി. അപ്പൊ പോയ കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നോ? എത്രയോ വാക്യങ്ങളുണ്ട്. 2 ശമൂവേൽ 3-ാം അധ്യായം 1. ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു.
സൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും അല്ലെങ്കിൽ സൗലിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ ദീർഘകാല യുദ്ധം നടന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങി വാലെടുത്ത് വിട്ടിരുന്നോ? അപ്പൊ യുദ്ധത്തിന് പോകാൻ തക്ക പക്വതയുള്ളവർ തമ്മിൽ യുദ്ധം നടന്നു. അപ്പൊ കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളത് കുടുംബം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിർബന്ധമുണ്ടോ? അപ്പോ ദാവീദിന്റെ ഗ്രഹവും സൗലിന്റെ ഗ്രഹവും തമ്മിൽ യുദ്ധം നടന്നു ദീർഘകാലം എന്ന് പറഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങൾ ഇറങ്ങി കിട്ടിയെന്നല്ല. 6 മാസം 1 വർഷം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങി യുദ്ധം ചെയ്യുന്നുണ്ടോ? എത്രയോ വാക്യമുണ്ട്. ഞാനത് ആ വിഷയം അവിടെ അവസാനിപ്പിക്കാൻ പോവുക. മർക്കോസ് സുവിശേഷം 16:16, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 18-21, 36, 37, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 46-48, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 14-15, അപ്പോസ്തല പ്രവൃത്തി 18-8, 17-45. ഇവിടെയൊക്കെ തെളിവാണ്. വചനം കേട്ട് വിശ്വസിച്ചവർ സ്ഥാനപ്പെട്ടു. അപ്പോ വചനം കേട്ട് വിശ്വസിക്കാൻ പ്രായമായ കുഞ്ഞാണെങ്കിലും യുവാവാണെങ്കിലും വൃദ്ധനാണെങ്കിലും സ്ഥാനപ്പെടാം. പക്ഷെ വചനം കേട്ട് വിശ്വസിക്കാൻ തക്ക പ്രായമുണ്ടാകണം. 6 മാസം പ്രായമുള്ള കുഞ്ഞ് വചനം കേട്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? 1 വർഷമുള്ള 2 വയസ്സുള്ള കുഞ്ഞ് വചനം കേട്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ പ്രായപരിധിയല്ല സ്ഥാനത്തിനുള്ളത്. വിശ്വസിക്കാൻ പറ്റുന്ന സമയമാണ്. വചനം വിശ്വസിക്കുന്നവരെയാണ്, രക്ഷിക്കപ്പെടുന്നവരെയാണ് സ്ഥാനപ്പെടുത്തേണ്ടത്. അതെങ്ങനെ സ്ഥാനപ്പെടുത്തണം? തളിച്ചാണോ? അല്ല. യേശുവിന്റെ അടക്കത്തോടുള്ള ഏകീഭാവമാകിയാൽ, മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടുള്ള ഏകീഭാവമാകിയാൽ വെള്ളത്തിലിറങ്ങണം, മുങ്ങണം, പൊങ്ങി വരണം. ഇതാണ് സ്നാനം. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ചിന്തിച്ചാൽ ഉപദേശത്തിലെ ദൈവസഭയുടെ 2ാമത്തെ ഉപദേശം 1 മാനസാന്തരം, 2ാമത്തെ ഉപദേശം സ്നാനം. സുവിശേഷത്തിനകത്ത് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തി സ്നാനമാണ്. യേശു ലോകത്തിൽ ദൈവസഭയോട് പറഞ്ഞ 2 കർമ്മമാർഗങ്ങൾ. 1 സ്നാനം, അത് സഭയോട് ചേരുവാൻ, ദൈവമക്കളോട് ചേരുവാൻ, യേശുവിനോട് ചേരുവാൻ. അവർ സ്നാനപ്പെട്ട് അവരോട് ചേർന്നാണ് പുസ്തകം ആദ്യം പറയുന്നത്. ആദ്യത്തെ സ്നാനം 3000 പേർ സ്നാനപ്പെട്ട് അവരോട് ചേർന്നു. ആരോട്? സ്നാനപ്പെട്ടവരോട് ചേർന്നു, ശിഷ്യന്മാരോട് ചേർന്നു, സഭയോട് ചേർന്നു. അപ്പോൾ മാനസാന്തരം ദൈവസഭയുടെ 1ാമത്തെ ഉപദേശം. ഉപദേശമുള്ളതാണ് യഥാർത്ഥ സഭ. യേശു അത്ഭുതം ചെയ്യുന്നതെന്നുള്ള പ്രസംഗം മാത്രമുള്ളതല്ല സഭ. ഉപദേശമുള്ളതാണ് സഭ. ശ്രദ്ധിക്കണം, നിങ്ങളായിരിക്കുന്നത് ഉപദേശമുള്ള സഭയിലാണോ? മാനസാന്തരപ്പെടണമെന്ന് ആഹ്വാനം ചെയ്യുന്ന, പഠിപ്പിക്കുന്ന മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ നിങ്ങളായിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് സഭയാണ്. 2 സ്ഥാനപ്പെടുന്നതും സ്ഥാനപ്പെട്ടവരും സ്ഥാനത്തെക്കുറിച്ച് ഉപദേശിക്കുന്നവരുമായ ഗ്രൂപ്പിലാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ അത് സഭയാണ്. കാരണം സ്നാനം യേശുവിന്റെ കൽപ്പനയാണ്. സ്നാനം യേശുക്രിസ്തുവിനോട് ചേരുവാനാണ്, അവനെ ധരിക്കുവാനാണ്. സ്നാനം രക്ഷ പ്രാപിപ്പാനാണ്. പട്ടണത്തിൽ 8 പേർക്ക് രക്ഷപ്പെട്ടതുപോലെ രക്ഷ പ്രാപിപ്പാനുള്ള ഒരവസരമാണ് സ്നാനം. സ്നാനം ദൈവത്തോടുള്ള നീതിയാണ്. യേശു കർത്താവ് പറഞ്ഞതാണ് യോർദാനിൽ വെച്ച് യോഹന്നാൻ സ്നാപകനോട്, ഇത് ദൈവത്തോടുള്ള നീതിയാണ്. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കണം. അപ്പൊ സ്നാനം ദൈവത്തോടുള്ള നീതിയാ. അപ്പൊ സ്നാനപ്പെടാതിരിക്കുന്നതോ? ദൈവത്തോടുള്ള നീതിയാണ് സ്നാനമെങ്കിൽ സ്നാനപ്പെടാതിരിക്കുന്നതോ ദൈവത്തോടുള്ള അനീതിയല്ലേ? അനീതി ചെയ്തുകൊണ്ട് നമ്മൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ പ്രയോജനമുണ്ടോ? അനീതി ചെയ്തുകൊണ്ട് സ്നാനപ്പെടാതെ യേശുവിന്റെ ആളാണെന്ന് പറഞ്ഞാൽ പ്രയോജനമുണ്ടോ? ഇതിൽ ശ്രദ്ധിക്കണം. റോമാലേഖനത്തിൽ പറയുന്നു, അനീതി കൊണ്ട് സ്നാനപ്പെടാത്തത് അനീതിയാണെങ്കിൽ അനീതി കൊണ്ട് സത്യത്തെ, സത്യം യേശു തള്ളിക്കുന്ന, മറുതലിക്കുന്ന, അനീതി കൊണ്ട് സത്യത്തെ തള്ളിക്കുന്ന മനുഷ്യന്റെ സകല അബദ്ധത്തിനും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ ഇറങ്ങി വരും. സ്നാനപ്പെടാതെ അനീതി ചെയ്ത് സത്യമാകുന്ന യേശുക്രിസ്തുവിന്റെ കൽപ്പനയെ മറുതലിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന പോലെ സ്വർഗത്തിലെ കോപം ഇറങ്ങി വരുമെന്ന് അവസരം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്നാനം അത്ര അത്യാവശ്യമാണ്.
സ്ഥാനം അത്യാവശ്യമല്ലേ? ഇനിയും ചിലര് പറയുന്ന ഒരു ഭാഗം കൂടെ പറഞ്ഞ ശേഷം, ഞാൻ തർക്കത്തിന് പറയുന്ന ഒരു ഭാഗത്തിന് മറുപടി പറഞ്ഞ ശേഷം ഞാൻ അവസാനിപ്പിക്കാം. ചിലർ പറയാറുണ്ട്, ഞങ്ങളുടെ അച്ചായൻ സ്ഥാനപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ അച്ചായൻ അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയാം, ഞങ്ങളുടെ അച്ചായൻ അതിൽ മദ്യപിക്കുകയോ ഉപയോഗിക്കുകയോ ഒന്നുമില്ല, നിങ്ങളെക്കാൾ നല്ല പ്രാർത്ഥനക്കാരനാണ്, നിങ്ങളെക്കാൾ നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളാണ്, നിങ്ങളെക്കാൾ ദൈവശബ്ദം കേൾക്കുന്ന ആളാണ്, കൃപാവരവും ധരിപ്പിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥാനം ആവശ്യമില്ല എന്ന് പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഭവനങ്ങളിലൊക്കെ പോകാറുള്ളതുകൊണ്ട്, നാട്ടിൽ വെച്ച് ഭവനങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാറുള്ളതുകൊണ്ട് അവിടെ വെച്ച് പറയുന്നൊരു കാര്യമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ സ്ഥാനത്തെ കുറിച്ച് ഞങ്ങളോട് പറയണ്ട. കാരണം ഞങ്ങളുടെ അച്ചായന് ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്, ഞങ്ങൾ നല്ല വിശുദ്ധയും നയിക്കുന്ന കുടുംബമാണ്, ഞങ്ങൾക്ക് അച്ഛനാണ് കൃപാവരമുണ്ട്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ വിടുതൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സ്ഥാനമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം എന്നെടുത്ത് അവിടെ നിങ്ങളൊന്ന് വായിച്ചു, അത് നമ്മൾ പിന്നീട് പഠിക്കുന്ന വിഷയമാണെങ്കിലും ഒന്ന് തൊട്ടുപോകാം. അവിടെ ഒരു മനുഷ്യനെ കാണുന്നു, കൊർന്നല്യോസ് എന്ന പേര്. കൈസറിയയിൽ ഇറ്റാലിയ എന്ന പട്ടാള വിഭാഗത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. 100 പട്ടാളക്കാരുടെ നേതാവ്, അധിപൻ. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക, അവൻ ഭക്തനാണ്, തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനാണ്, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതുമാത്രമല്ല ദർശനങ്ങളും വെളിപ്പാടുമൊക്കെ ഉള്ളവനാണ്. അത്രയും ഗുണം നമുക്കാർക്കും ഇല്ല. കാരണം എപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ല, ജനത്തിന് വളരെ സാധനമൊന്നും നമ്മൾ കൊടുക്കാറില്ല. ദർശനങ്ങൾ കാണുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ദൈവം നേരിട്ട് സംസാരിക്കുന്ന എത്ര പേരുണ്ട്? അതിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവം കേൾക്കുന്ന എത്ര പേരുണ്ട്? അപ്പൊ നമ്മളെക്കാളൊക്കെ യോഗ്യനാണ് കൊർന്നല്യോസ്. ഭക്തനാണ്, താമസം എടുക്കുന്നവനാണ്, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ലാത്ത ഏറ്റവും വലിയ കാര്യം അതാണ്, ദൈവത്തെ ഭയമില്ല നമുക്ക്. എന്നാൽ ഇവിടെ ദൈവത്തെ സകല ഗ്രഹത്തോടും കൂടെ കുടുംബത്തോടുകൂടെ ഭയപ്പെടുന്നവൻ, അത് മാത്രമല്ല ദർശനം കാണുന്നവൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, അവനോട് ദൈവം സംസാരിക്കുന്നത് കേട്ടോ. കൊർന്നല്യോസ് എന്ന് വിളിച്ചുകൊണ്ട് സ്പഷ്ടമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന അങ്ങനെ സ്പഷ്ടമായിട്ട് ഒരു ദൈവദൂതൻ അവന്റെ അടുക്കൽ വരുന്നവൻ കണ്ടു. എന്നിട്ട് കൊർന്നല്യോസ് പേര് വിളിച്ചു, വല്ലവരോടുമല്ല. അവൻ ഉറ്റുനോക്കി, എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. കണ്ടോ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ഒക്കെ ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല ദൈവം. അടുത്ത വാക്കുകളായിരുന്നു, നീ യോപ്പയിലേക്ക് ആളയച്ച് അവിടെ തോൽക്കോലനായ ശീമോന്റെ ഭവനത്തിൽ പാർക്കുന്ന പത്രോസ് എന്ന് പറയുന്ന ഉപദേശം വിളിച്ചു വരുത്തി അവന്റെ പ്രസംഗം കേൾക്കണം. പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിൽ എത്തിയെന്ന് ദൈവം നേരിട്ട് പറഞ്ഞിട്ടും അടുത്ത വാക്ക് ദൈവം പറഞ്ഞു കേട്ടോ, ഉപദേശം വിളിച്ചു വരുത്തി പ്രസംഗം കേൾക്കണമെന്ന്. അപ്പൊ അച്ചായ വിശുദ്ധ ജീവിതം നയിച്ചാൽ നല്ല കാര്യമാണ്, സ്വർഗത്തിൽ ദൈവം കാണുന്നുണ്ട്. പക്ഷെ സ്വർഗത്തിൽ ദൈവം അടുത്ത വാക്ക് പറഞ്ഞു നിങ്ങൾ കേട്ടോ, പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിലെത്തി, പക്ഷെ അടുത്ത കാര്യം നീ ചെയ്യാനുണ്ട്. നീ എന്ത് ചെയ്യണം? പത്രോസ് എന്ന് പറയുന്ന ഇവനെ നീ വിളിച്ചു വരുത്തണം, എന്നിട്ട് പ്രസംഗം കേൾക്കണം. ഈ മനുഷ്യൻ നല്ല മനുഷ്യനായതുകൊണ്ട് ആളിനെ വിട്ട് പത്രോസിനെ വിളിപ്പിച്ചു. പത്രോസ് വന്നപ്പോൾ അതിന്റെ 25-ാം വാക്യത്തിൽ പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസ് എഴുന്നേൽക്കാൻ ഞാനും ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അപ്പം ഭക്തരാണ്, ദാനോപം കൊടുക്കുന്നവനാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്, ദർശനം കാണുന്നവനാണ്, ദൈവശബ്ദം കേൾക്കുന്നവനാണ്. പക്ഷേ വചനമറിയത്തില്ല. അതെന്താ വചനമറിയത്തില്ലെന്ന് പറഞ്ഞത്? പത്രോസ് വന്നപ്പോ കാൽക്കൽ വീണ് നമസ്കരിച്ചെന്ന്. എന്നാൽ വചനമറിയാവുന്ന പത്രോസ് എന്ത് ചെയ്തു? അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ ഞാനും ഒരു മനുഷ്യനാ. അപ്പൊ വചനമറിയത്തില്ല. ശ്രദ്ധിക്കണമേ, വചനം എന്താ പറയുന്നത്? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഒരു വിഗ്രഹത്തിൽ ഉണ്ടാക്കരുത്, വാങ്ങരുത്, വഴങ്ങരുത്, നമസ്കരിക്കരുത്. വീട് സ്വർഗത്തിലെങ്കിലും താഴെഭൂമിയിലെങ്കിലും ഭൂമിയിലുള്ളവരാ സൃഷ്ടികൾ, മനുഷ്യൻ സൃഷ്ടിയ, പത്രോസ് സൃഷ്ടിയ. പത്രോസിനെ കാൽക്കൽ വേണ്ടി നമസ്കരിച്ചാൽ അത് വചനമറിയാത്തതിന്റെ ലക്ഷണമാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവത്തെ അല്ലാതെ വേറെ ആരും നമസ്കരിക്കരുത്, ദൈവമല്ലാതെ വേറെ ദൈവം ഉണ്ടാകരുത്.
തിരുമേനിമാരുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. തിരുമേനിയുടെ മുമ്പിലല്ല മുട്ടുകുത്തുന്നത്, ദൈവത്തിന് മുമ്പിലാണ് മുട്ടുകുത്തുന്നത്. സകല മുഴങ്കാലും മടക്കുന്ന ഒരു നാമം യേശുവിന്റെ നാമമാ, അവന്റെ മുമ്പിലാണ് മുട്ടുകുത്തുന്നത്. അപ്പോൾ ഇവര് വചന കൊർന്നല്യോസിന് ബാക്കിയെല്ലാം ഗുണമുണ്ടെങ്കിലും വചനം അറിയത്തില്ല. വചനം അറിയാതെ പത്രോസ് പറയുന്നു, ഞാനും ഒരു മനുഷ്യനാണ്, ആരാധിക്കേണ്ട ദൈവത്തെയാണ്. ഇത് പൗലോസും പറഞ്ഞു ഒരിക്കൽ, വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ആരാധിക്കുന്നു, നിങ്ങൾ ദൈവത്തെ ആരാധിക്ക്. വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു. ദൈവം ഇതിനെ കേട്ട് പത്രോസ് വന്നു. പത്രോസ് വന്നപ്പോൾ കൊർന്നല്യോസ് പറയുന്ന കാര്യം, കൊർന്നല്യോസ് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ദർശനമുണ്ടായി, ഹല്ലേലൂയ, എന്നോട് ദൈവം പറഞ്ഞു നിന്നെ ഉപദേശം വിളിച്ച് പ്രസംഗം കേൾക്കണമെന്ന്. അതുകൊണ്ട് 33-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, കർത്താവ് നിന്നോട് നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതെല്ലാം കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് നിന്നോട് കൽപ്പിച്ചത് ഞങ്ങളുടെ പറ. ദൈവം ഇതിനെ കണ്ടോ? ഉപദേശമാർ വന്ന് പറയുന്നത് ഉപദേശമാരുടെ വായിൽ വരുന്ന വാക്കല്ല, കർത്താവ് കൽപ്പിച്ചതാണ്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ ദൈവവചനം എന്റെ വാക്കല്ല, കർത്താവ് കൽപ്പിച്ചതാണ്. നിങ്ങൾ ഒരാളോട് സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങളുടെ വാക്കല്ല നിങ്ങൾ പറയുന്നത്, കർത്താവ് കൽപ്പിച്ചതാണ്. ഭൂലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു, കർത്താവിന്റെ കൽപ്പനയാണ് നിങ്ങൾ അനുസരിക്കുന്നത്. അപ്പോൾ നോക്കട്ടെ, പത്രോസ് പ്രസംഗം ആരംഭിച്ചു. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം യേശുവിനെ കുറിച്ച് അങ്ങോട്ട് പ്രസംഗിച്ചു. പ്രസംഗിച്ചിങ്ങനെ മുൻപോട്ട് വയ്ക്കാണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു. അതിന്റെ 48-ാം വാക്യം, പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. കണ്ടോ? അവർ സ്നാനപ്പെട്ടു. അപ്പോ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിൽ എത്തിയാലും എന്ത് ചെയ്യണം? വചനം കേട്ട് വിശ്വസിച്ച് എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. ഭക്തനാണെങ്കിലും സ്നാനപ്പെടണം. എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണെങ്കിലും സ്നാനപ്പെടണം. ദൈവിക ദർശനങ്ങൾ കാണുന്നവനാണെങ്കിലും സ്നാനപ്പെടണം. ദൈവത്തെ ഭയപ്പെടുന്നവനാണെങ്കിലും സ്നാനപ്പെടണം. ദൈവം നേരിട്ട് ദൂതന്മാരെ ഇറക്കി ദൂതന്മാരെ മുൻപിൽ നിർത്തി നിനക്ക് വെളിപ്പെടുത്തിയാലും നീ സ്നാനപ്പെട്ടേ വെച്ചു. എന്നൊക്കെ പറയാൻ കർത്താവ് പറയട്ടെ, പറയുമ്പോൾ ഞാൻ സ്നാനപ്പെടാം. കുഞ്ഞെ, കർത്താവ് പറഞ്ഞതായത് യോപ്പയിലെ കാളയച്ച് പത്രോസിനെ നിർത്തി പ്രസംഗം കേൾക്കാൻ. ആ പ്രസംഗത്തിനകത്ത് സ്നാനപ്പെടണമെന്നുള്ളതുകൊണ്ട് അതുപോലെ നീ സ്നാനപ്പെട്. അപ്പൊ കർത്താവിന് നേരിട്ട് വന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. കർത്താവ് കാലാകാലങ്ങളിൽ ദൈവദാസന്മാരിലൂടെ അറിയിക്കുന്ന സുവിശേഷത്തിനകത്ത് സ്നാനമുണ്ട്. ഞാൻ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയം മുൻപോട്ട് പോയല്ലോ. ഇന്ന് പകൽ നമ്മൾ പഠിച്ചത് ദൈവസഭയുടെ ഉപദേശം. പത്രോസിന്റെ 1ാമത്തെ ആത്മനിറവിലുള്ള പ്രസംഗത്തിന്റെ അവസാനം ഉപദേശം പറയുന്നു. ദൈവസഭയ്ക്ക് ഉപദേശമുണ്ട്, പ്രസംഗിക്കുന്നതിന് ഉപദേശമുണ്ട്, കേൾക്കുന്നവർക്ക് ഉപദേശമുണ്ട്. ഉപദേശം 1 മാനസാന്തരം, 2 സ്നാനം. കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് പകൽ ഈ വചന കേൾവിയിലൂടെ സ്നാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം ഇതിലെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. അടുത്ത് ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരവസരത്തിൽ ആര് സ്ഥാനപ്പെടുത്തുന്നുള്ളതല്ല വിഷയം. അതിനുള്ള ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. സ്ഥാനപ്പെട്ടവനായിരിക്കണം സ്ഥാനപ്പെടുത്തേണ്ടത്. സ്ഥാനപ്പെട്ടവർ സ്ഥാനപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്നയാള്, ഇന്ന നേതാവ്, അല്ലെങ്കിൽ ഇന്ന ഞങ്ങളുടെ വാക്ക്, അങ്ങനൊന്നുമില്ല. സ്ഥാനപ്പെട്ട ആർക്കും നിന്നെ സ്ഥാനപ്പെടുത്തുവാൻ കഴിയും. സ്ഥാനപ്പെടുക എന്നുള്ളതാണ് പ്രധാനം, ആര് പെടുത്തുക എന്നുള്ളതല്ല. സ്ഥാനപ്പെട്ട യേശു കർത്താവ് ശിഷ്യന്മാരെ കൊണ്ട് സ്ഥാനപ്പെടുത്തിക്കൊണ്ടിരുന്നു പുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ യേശു തന്നെ സ്ഥാനപ്പെടുത്തണമെന്ന് തടിക്കരുത്. യേശു തന്നെ ശിഷ്യന്മാരെ കൊണ്ട് സ്ഥാനപ്പെടുത്തി. ഇന്ന് പകൽ ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ബന്ധപ്പെടുക. ഞങ്ങളുടെ വെബ്സൈറ്റ് കണ്ടാൽ വീണ്ടും നിങ്ങൾക്ക് ഈ വചനം കേൾക്കുവാൻ കഴിയും. www.bethesdaprayer.com നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് ഈ മെസ്സേജുകളെല്ലാം പഠനമെല്ലാം 1-ാം ദിവസം മുതലുള്ള ആ വചന പഠനങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ബെഥസ്ദാ പ്രയറിന്റെ ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ, ഫേസ്ബുക്കിൽ ബെഥസ്ദാ പ്രയർ അടിച്ചാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിനകത്ത് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് കാണുവാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ പ്രയറിൽ അനേകം കൊണ്ടിടുമെന്ന് ഞങ്ങൾ മധ്യസ്ഥ അടച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടാം.
ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. പാസ്റ്റർ ജോൺ വർഗീസ് അല്ലെങ്കിൽ രാജു പാസ്റ്റർ നിങ്ങൾക്ക് ബന്ധപ്പെടാം. 405-249-7640. പാസ്റ്റർ ജോൺ വർഗീസ് രാജു പാസ്റ്റർ നമ്മൾ വിളിക്കുന്ന കർത്താവിന്റെ ആശ്രമം നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാൽ പരലയിൽ മാത്രമല്ല നിരന്തരമായി വിടുതൽ കിട്ടുന്നവരെ വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 405-249-7640 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രളയിലൂടെ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ അത്ഭുതം എത്തിയിരിക്കാൻ സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തെക്കുറിച്ച് കർത്താവിൽ പഠിക്കുവാനുള്ള ക്രമീകരണം ഞങ്ങൾക്ക് ഒരുക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ യെരൂശലേമിലെ സഭയെക്കുറിച്ച് ആ സഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു, സ്തുതിക്കുന്ന സഭയായിരുന്നു എന്ന് പഠിച്ചു ഞങ്ങൾ. ആ സഭ പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത സഭയാണെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് മനസ്സാന്തരവും സ്നാനമെന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. കർത്താവേ, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവർ അവനോട് ചേരുവാൻ സ്നാനപ്പെടണമെന്ന്, അവനെ ധരിക്കുവാൻ സ്നാനപ്പെടണമെന്ന് ഞങ്ങളെ അറിയിച്ചതിനായി സ്തോത്രം. കർത്താവേ, സ്നാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഞങ്ങൾ വെളിപ്പെടുത്തുമല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഈ ദേശത്ത് അനേകർ സ്നാനപ്പെടുവാൻ, ഒരു ലോകത്തും അനേകർ യേശുവിനോട് ചേരുവാൻ, ദൈവസഭയോട് ചേരുവാൻ കർത്താവ് ആ കൽപ്പന അനുസരിപ്പാൻ അനേകരെ കർത്താവ് ഒരുക്കണമേ. അവരുടെ കരങ്ങളിലേക്ക് അതിനായി ആഗ്രഹിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ ഹൃദയത്തോടെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കണമേ. ഈ പ്രളയ കർത്താവ് നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താദാസൻ ജനറൽസിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബമായി അനുഗ്രഹിക്കുന്നു. ഈ പ്രളയത്തിൽ പാർട്ടിസിപ്പിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിക്കുന്നു. ഈ കുറ്റിയിലുള്ള മറ്റേ പ്രളയനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ച് ദൈവം സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.